ഇന്ന് ഈ വീഡിയോ കൂടെ നമ്മൾ മാങ്ങാത്തൊലി അച്ചാറിന് തയ്യാറാക്കുന്നത്. മാങ്ങ ഒരു സീസൺ അനുസരിച്ച് കുറേ ഉണ്ടാവുമ്പോൾ നമ്മൾ അതൊക്കെ ചെത്തി ഉണക്കി ഉപ്പിട്ടിട്ട് നല്ലോണം ഉണക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മാങ്ങാത്തൊലി അച്ചാർ ഉണ്ടാക്കാം. സാധാരണ മാങ്ങ അച്ചാറിനേക്കാളും നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും ഇതിന്. അതുപോലെ തന്നെ എത്ര കാലം വേണമെങ്കിൽ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. എല്ലാവരും മാങ്ങക്കാലമാകുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. മാങ്ങാത്തൊലി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നല്ല ഉണക്കിയ മാങ്ങ തൊലിയും കൂടി ചെത്തി ഉണക്കിയുള്ളതാണ്. നല്ലോണം ഉപ്പിട്ട് ഉണക്കിയുള്ളതാണ്. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ 2 കപ്പ് അളവിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചതിന് ശേഷം അതിൽ ഒഴിച്ച് കുതിർക്കാൻ വെച്ചു. അപ്പോൾ അരമണിക്കൂറോളം നല്ലോണം കുതിർക്കാൻ വെച്ചുള്ളതാണ് അത്, മാങ്ങാത്തൊലിയും വെള്ളം കൂടി. അപ്പോൾ നല്ലോണം കുതിർന്നു. അതുപോലെ തന്നെ മാങ്ങയൊക്കെ നല്ല സോഫ്റ്റായി. ഉപ്പ് നമ്മളിനി ചേർക്കേണ്ട കാര്യം, ഇതിൽ തന്നെ ഓൾറെഡി നമ്മളെല്ലോണം ഉപ്പിട്ടിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. ആ കാരണം മാങ്ങത്തൊലി അച്ചാറിൽ ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 2 കപ്പ് മാങ്ങ 2 കപ്പ് തിളപ്പിച്ച വെള്ളത്തിൽ അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുള്ളതുന്നത്. ഉലുവയും കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കി ഫ്രഷായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിന് വളരെ ടേസ്റ്റാണ്. ചൂടാക്കി പൊടിക്കണം, അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും മണം കിട്ടുക. അപ്പോൾ അല്ലാണ്ട് പൊടി ചേർക്കണേക്കാളും നല്ലതാണ് ഇതുപോലെ നമ്മൾ ആദ്യമേ തന്നെ നല്ലെണ്ണയിലിട്ട് ചൂടാക്കി പൊടിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. കടുക് എടുത്തിട്ടുണ്ട് 1 സ്പൂൺ. മുളക് പൊടി, സാധാരണ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി, വറ്റൽമുളക് ഞെട്ട് കളഞ്ഞ് പൊട്ടിച്ച് വെച്ചത് ഒരു 4-5 എണ്ണം. പച്ചമുളക് ഒരു 6 പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയത്. വെളുത്തുള്ളി ഒരു 1/4 കപ്പോളം. ഇഞ്ചിയും 1/4 കപ്പ്. പിന്നെ വേപ്പില ആവശ്യത്തിന്. ചെറിയൊരു അച്ച് ശർക്കര. ആദ്യം നമ്മൾ നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ച്, ചീഞ്ചട്ടിയാണ് ഞാൻ വെച്ചുള്ളത്. അപ്പോൾ നല്ല കട്ടിയുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് നല്ലെണ്ണ ചേർക്കാം. ഏത് അച്ചാറായാലും നല്ലെണ്ണ തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് അച്ചാർ നല്ല ടേസ്റ്റും അതുപോലെ ലാസ്റ്റിംഗ് ഉണ്ടാവുക. നല്ലെണ്ണ നല്ലോണം കാഞ്ഞു വരുമ്പോൾ നമുക്ക്, അതായത് കാഞ്ഞു വരാമെന്ന് പറഞ്ഞാൽ ചൂടാവുമ്പോൾ നമുക്ക് കായം ചേർക്കാം. നമ്മളിങ്ങനെ അപ്പാപ്പ പൊടിച്ച് ചേർക്കേണ്ടതാണ്. കായപ്പൊടി വാങ്ങിച്ച് ചേർക്കണതിനൊക്കെ നല്ലത്. ഇതുപോലെ ചൂടായി പാപ്പ ചേർക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഒന്ന് ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ അച്ചാർ പൊടി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് തന്നെ എടുത്താൽ മതി. ഇത് കണ്ട് ഇപ്പോൾ ഇത് നല്ലോണം പൊടിഞ്ഞോളും. ഇനി നമുക്ക് ഉലുവ ചേർക്കാം. അതിന് ശേഷം ഇത് നമുക്ക് കോരിയെടുക്കാം. ഒന്ന് തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നല്ല തീ വരുന്നതിന്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഇതിങ്ങനെ കരിയിപ്പോൾ തന്നെ കണ്ടില്ലേ, ഉലുവേര കളറിയൊരു കളറായി. ഇനി എണ്ണയിൽ തന്നെ കിടന്ന് മൂക്കില്ല. ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. നമ്മൾ ഉലുവയും കായും എല്ലാതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചു കൊണ്ടുവരാം. ഉലുവും കായും കൂടി നമ്മൾ ചൂടാക്കി പൊടിച്ചതുന്നത് നമുക്ക് എല്ലാം കഴിഞ്ഞ് അച്ചാർ പാകമാകുമ്പോൾ ഇത് ചേർക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അച്ചാറിന്. ഇങ്ങനെ ഫ്രഷായിട്ട് ചേർക്കുന്നതാണ് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഉലുവും കായും കൂടി പൊടിച്ചതുന്നത് ഇത് നമുക്ക് മൂടി വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. കുറച്ച് വേപ്പില ചേർക്കാം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർക്കാം. ഇതൊന്ന് പച്ച ചുവ മാറിയതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പെട്ടെന്ന് കരിയും. ഓഫ് ചെയ്തിട്ട് ചേർക്കാം നമുക്ക്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച മാങ്ങത്തൊലി, മാങ്ങയും തൊലിയും കൂടി ചെത്തി വെച്ചത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടി ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഇനി തീ കത്തിക്കാം. മാങ്ങത്തൊലി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നല്ലോണം ഉപ്പിട്ടിട്ടാണ് ഉണക്കും. അപ്പോൾ നോക്കിയിട്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്.
ഉപ്പുണ്ട്, ഇനി നമ്മൾ വേറെ അഡീഷണലായിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട. നോക്കി നോക്കി ഞാൻ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഒരു അച്ചും വെല്ലം കൂടി നമുക്ക് ചേർക്കാം. ഇതൊന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോഴാണ് ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെല്ലം ചേർത്തുള്ളത്. ഇതൊന്ന് അലിഞ്ഞ് വരണം. ഇപ്പം ഞാൻ തീ ചുരുക്കിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പെട്ടെന്ന് അലിഞ്ഞ് വന്നോളൂ. വിനാഗിരിന് 1/4 കപ്പ്. അപ്പം നമുക്ക് ഇതിലേക്ക് ചേർക്കാം, പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ചാർ കേടാവാണ്ടിരിക്കുകയും ചെയ്യും, പുളിയും കിട്ടും. ശർക്കരയുടെ മധുരരസം ഈ പുളിയും കൂടിയൊക്കെ കൂടി പോകുമ്പോൾ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ആവും. ഇത് ഈ ചാറൊക്കെ ഒന്ന് മാങ്ങാത്തൊലി വലിച്ചെടുക്കുമ്പോൾ നമുക്ക് എടുക്കാറാവുമ്പോഴേക്കും അത് നല്ല പാകമായിട്ട് കിട്ടും. ഒരു ദിവസം ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മാങ്ങാത്തൊലി അതിൽ ഗ്രേവിയൊക്കെ വലിച്ചെടുത്ത് നല്ലൊരു അച്ചാറായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊടിയിൽ നമ്മൾ നേരത്തെ പൊടിച്ച ഉലുവയും അതുപോലെ കായത്തിൻ്റെയും പൊടി നമുക്ക് ചേർക്കാം. ഇതെല്ലാ ഭാഗത്തും ഇട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അല്ലാതെ നമ്മൾ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ഈ ഒരു പൊടി ചേർത്താൽ മതി. ഫ്രഷായിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടും. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് എത്ര കാലം വേണമെങ്കിൽ പുറത്തിരുന്നോളും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു അച്ചാറാണ്. ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് വെച്ചുള്ളത്. പിന്നെ അതിന് ശേഷം നമുക്ക് നല്ലൊരു ഉണങ്ങിയ കുപ്പിയിലേക്ക് അടച്ചു വയ്ക്കാം. അപ്പം മാങ്ങക്കാലാവുമ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.